ഹലോ വ്യൂവേഴ്സ്, നമസ്തേ. വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇന്ന് 28 ഏപ്രിൽ ഞാൻ കാണിക്കുന്നത് നിഫ്റ്റി പുട്ട് ഓപ്ഷൻ 24,400 നമ്മുടെ സോഫ്റ്റിൻ്റെ സ്ട്രാറ്റജിയിൽ വന്ന ട്രേഡാണ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ലേൺ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോളൂ. വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കോളർ വാട്സാപ്പ് സെയിം നമ്പർ തന്നെയാണ്. ഓഫീസ് വരുന്നത് ആലപ്പുഴ ചേർത്തുള്ള KSRTC സ്റ്റാൻഡ് അടുത്താണ്. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വരാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു ബൈ സിഗ്നൽ ഗ്രീൻ കളറിൽ അപ്പാരോ ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷനാണ്. സിഗ്നൽ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ, ഇതുപോലെ അലേർട്ട് നോട്ടിഫിക്കേഷൻ വരെ നമുക്ക് സോഫ്റ്റ്വെയർ കാണിച്ചൊരു എൻട്രി വന്നിട്ടുണ്ടെന്നുള്ളത് അലേർട്ട് വരും, സൗണ്ട് കേൾക്കാൻ പറ്റും. അലേർട്ട് വരും, ഇതുപോലൊരു സൗണ്ട് കേൾക്കാൻ പറ്റും. അതേ ഡീറ്റെയിൽസ് മേഖലയിൽ മെൻഷൻ ആകുന്നുണ്ട്. അതായത് ഇന്ത്യൻ ടൈം 11:24 നമുക്ക് ട്രേഡ് വന്നിരിക്കുന്നു ബൈ അറ്റ് 297.95. സോഫ്റ്റ്വെയർ ഓപ്ഷൻ്റെ ചാർട്ട് തന്നെ ഉള്ളതുകൊണ്ട് അതിൽ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട് എൻട്രി ലെവൽ. ഇതിൻ്റെ എക്സിറ്റ് ലെവൽ താഴെ കാണിച്ചു തരുന്നുണ്ട്. 328 എക്സിറ്റ് ഉണ്ട്, 352 രണ്ടാമത്തെ എക്സിറ്റ് ഉണ്ട്, തേർഡ് ടാർഗറ്റ് 376, 60. ഇങ്ങനെ 3 ടാർഗറ്റ് ഉണ്ട്. ഇത് നിങ്ങൾ റിസ്ക് എടുക്കാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് തേർഡ് ടാർഗറ്റോടെ എടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എൻട്രി എടുത്ത് പ്രോഫിറ്റ് തോന്നുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്യാം. അല്ല എങ്കിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് വരുമ്പോൾ എക്സിറ്റ് ചെയ്ത് മാറാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ട്രേഡ് കൺഫേം ആണെങ്കിൽ ഈ ട്രേഡ് എടുക്കുക. കൺഫേം എങ്ങനെയാണ് നോക്കുന്നത് വെച്ചാൽ ബൈ എൻട്രി വന്ന് ആരോ വന്ന ശേഷം ജസ്റ്റ് ഒന്ന് താഴത്തോട്ട് നോക്കുക. പ്രൈസ് ഇവിടെ ബൈ സോൺ എഴുതി കാണിക്കണം. ഫസ്റ്റ് കൺഫർമേഷൻ. സെക്കൻഡ് കൺഫർമേഷൻ ആരോടെ താഴ്ത്തി ഒരു ബാർ കണ്ടോ? നമ്മൾ നോക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് ഇത് ഒറ്റ ബാറായിട്ടേ കാണുള്ളൂ. അങ്ങനെയല്ല, ഇത് ഓരോ ക്യാൻഡിലും ഓരോ ബാർ ഫോം ചെയ്യുന്നതാണ്. ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ താഴെ ഒരു ബാർ വരും. അപ്പോൾ സിഗ്നൽ വരുമ്പോൾ താഴത്തെ ബാർ നോക്കുക, ഗ്രീൻ ആയിരിക്കണം. ഇൻ കേസ് ഇത് ഗ്രീൻ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുക, റെസിസ്റ്റൻസിനെ ബ്രേക്ക്, ഈ റെഡ് സ്റ്റാറാണ് റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് വരുന്ന ട്രേഡുകൾക്ക് താഴത്തെ ബാർ വേണമെന്നില്ല. പ്രൈസ് സോൺ മാത്രം നോക്കി നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. അതായത് ഒന്നുകൂടെ പറഞ്ഞുതരാം, ബൈസിക്കിൽ വന്ന് താഴത്തെ ബാറും പ്രൈസ് സോണുമാണ് നമ്മുടെ ബൈ സോൺ എന്ന് കാണിക്കണം. പ്രൈസ് ബൈ സോൺ എന്ന് കാണിക്കണം. ഇൻ കേസ് താഴത്തെ ബാർ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കേസ് തന്നെ എടുക്കുക. ഇവിടെ ബൈ വന്നിരിക്കുന്ന റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. റെസിസ്റ്റൻസിന് എടുത്തു വരുന്ന ട്രേഡുകൾക്ക് താഴത്തെ ബാറിൻ്റെ ആവശ്യമില്ല. കാരണം ഒരു 80% മാർക്കറ്റ് കയറുക തന്നെ ചെയ്യും റെസിസ്റ്റൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. റെഡ് സ്റ്റാറാണ് റെസിസ്റ്റൻസ്, അതുപോലെ ബ്ലൂ വരുന്ന സപ്പോർട്ടാണ്. അപ്പോൾ ഈ ഒരു ട്രേഡിൽ നമുക്ക് 3 ടാർഗറ്റ് വന്ന ശേഷം മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് ഇറങ്ങിക്കുകയാണ്. ഇനി ഒരു റീ എൻട്രി നമുക്ക് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ വെറുതെ നമ്മൾ റീ എൻട്രി എടുക്കില്ല. റെസിസ്റ്റൻസിന് ഈ റെഡ് സ്റ്റാറിലെ അവിടെ ഒരു ബ്രേക്ക് ഔട്ടും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ റീ എൻട്രി ചെയ്യാം. അപ്പോൾ ഈ സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.